നമസ്കാരം. നമ്മളിന്ന് കാണുവാൻ പോകുന്നത് M23EC06D ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് കോഴ്സിലെ ബ്ലോക്ക് 4 യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1 കേപ്പബിലിറ്റി അപ്രോച്ചിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കേപ്പബിലിറ്റി അപ്രോച്ച് ഡെവലപ്മെന്റ് എക്കണോമിക്സിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫ്രെയിംവർക്കാണ്. ട്രഡീഷണൽ എക്കണോമിക്സ് ഇൻകത്തെയും GDPയും പോലുള്ള ഇൻഡിക്കേറ്റേഴ്സിന് ഇമ്പോർട്ടൻസ് നൽകുമ്പോൾ കേപ്പബിലിറ്റി അപ്രോച്ച് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അമർത്യ സെൻ, മാർത്ത നുസ്ബോം ഈ അപ്രോച്ചിനെ വികസിപ്പിച്ചെടുത്തവരാണ്. ലിംഗ അസമത്വം, സ്വാതന്ത്ര്യം, അന്തസ്സ്, സാമൂഹ്യനീതി എന്നിവ വിശദീകരിക്കുന്നതിൽ ഈ തിയറി വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആണ്. കേപ്പബിലിറ്റി അപ്രോച്ചിന്റെ ബേസിക് ഐഡിയ ഇൻകം ഈക്വൽ ആയാലും ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആവണമെന്നില്ല എന്നതാണ്. സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഉള്ള ഒരു വ്യക്തിക്ക്, അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ലഭിക്കുക. അതേ സമയത്ത് മറ്റൊരാൾക്ക് സാമൂഹ്യ നിയന്ത്രണങ്ങൾ കാരണം ഒരു വരുമാനം ഉണ്ടായിരുന്നാലും യഥാർത്ഥ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്നില്ല. അതിനാൽ വികസനത്തെ വിലയിരുത്തുമ്പോൾ വിഭവങ്ങളെയോ വരുമാനത്തെയോ മാത്രം പരിഗണിക്കുന്നത് മതിയാവില്ല. വ്യക്തികൾക്ക് യഥാർത്ഥമായി ലഭിക്കുന്ന സ്വാതന്ത്ര്യങ്ങളും അവസരങ്ങളും കൂടെ വിശകലനം ചെയ്യണമെന്നാണ് കേപ്പബിലിറ്റി അപ്രോച്ചിൽ സംസാരിക്കുന്നത്. രണ്ടു പേർക്ക് ഒരേ ഇൻകം ഉണ്ടെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒന്നായിരിക്കണം എന്നില്ല. ഓക്കെ, ചിലർക്ക് സോഷ്യൽ റെസ്ട്രിക്ഷൻസും സ്വാതന്ത്ര്യത്തിന്റെ ലഭ്യതക്കുറവും ഇതെല്ലാം വരാം എന്നാണ് കേപ്പബിലിറ്റി അപ്രോച്ചിൽ പറയുന്നത്. കേപ്പബിലിറ്റി അപ്രോച്ച് ഒരു നോർമേറ്റീവ് ഫ്രെയിംവർക്കിലാണ് നടക്കുന്നത്. ഇത് പ്രധാനമായും മനുഷ്യക്ഷേമം, അതായത് ഹ്യൂമൻ വെൽബീയിങ്, ജസ്റ്റിസ്, ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങളെയാണ് വിലയിരുത്തുന്നത്. ഇപ്പൊ ട്രഡീഷണൽ അപ്രോച്ചസ് എല്ലാം വെൽബീയിങ്ങിനെയാണ് അളക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വെൽബീയിങ്ങിനെ അളക്കാൻ യൂട്ടിലിറ്റി ആണ് അല്ലെങ്കിൽ വരുമാനമാണ് പ്രധാന ഒരു അളവുകോലായിട്ട് വെക്കുന്നത്. നമ്മൾ ഒരാളുടെ വെൽഫെയർ അളക്കാൻ വേണ്ടി എപ്പോഴും യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഇൻകം, ഈ രണ്ട് അപ്രോച്ചസ് ആണ് നോക്കുന്നത്. പക്ഷെ എന്നാൽ കേപ്പബിലിറ്റി അപ്രോച്ച് ആളുകൾക്കൊരു മീനിങ് ലൈഫ് നയിക്കാൻ ആവശ്യമായ യഥാർത്ഥ സ്വാതന്ത്ര്യങ്ങളെ റിയൽ ഫ്രീഡം എന്നൊരു കോൺസെപ്റ്റിലാണ് പറയുന്നത്. അതുണ്ടോ, റിയൽ ഫ്രീഡം ആളുകൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ് ഇവർ ഉയർത്തുന്ന ചോദ്യം. കേപ്പബിലിറ്റീസ് എന്നത് വ്യക്തികൾ വിലമതിക്കുന്ന തരത്തിലുള്ള ജീവിതം കൈവരിക്കാനുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യങ്ങളെയും അവസരങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ആളുകൾ എന്താകാനും എന്ത് ചെയ്യാനും കഴിയുമെന്നതിനെ നിർണ്ണയിക്കുന്ന സാധ്യതകളാണ് കേപ്പബിലിറ്റീസ് എന്ന് പറയും. അമർത്യ സെൻ പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എക്കണോമിക് തിയറീസിനെ വിമർശിച്ചുകൊണ്ട് ആണെന്ന് പറയുന്നത്. വെൽഫെയറിസ് എന്ന കോൺസെപ്റ്റ് വ്യക്തികളുടെ സന്തോഷത്തെയോ സംതൃപ്തിയോ മാത്രം ക്ഷേമത്തിന്റെ അളവുകളായിട്ട് കണക്കാക്കുകയാണ്. എന്നാൽ സന്തോഷം മാത്രമാണോ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു റിയൽ വെൽബീയിങ് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് സെൻ വാദിച്ചു. അതല്ല എന്ന് അദ്ദേഹം വാദിച്ചു. അതായത് സന്തോഷം മാത്രമല്ല ഒരാളുടെ റിയൽ വെൽബീയിങ്ങിനെ റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് അദ്ദേഹം വാദിച്ചു. ഉദാഹരണത്തിന് ഒരു ഭിന്നശേഷിക്കാരന് സഞ്ചാര സ്വാതന്ത്ര്യം നേടുന്നതിനായി അധിക റിസോഴ്സസും സൗകര്യങ്ങളും ആവശ്യം വന്നേക്കാം. അത്തരത്തിൽ രണ്ട് വ്യക്തികൾക്ക് ഒരേ വരുമാനം ഉണ്ടായാലും അവരുടെ യഥാർത്ഥത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, കാരണം ഇപ്പൊ രണ്ട് വ്യക്തികൾ, ഒരാള് ഡിസേബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് മൊബിലിറ്റിക്ക് ആവശ്യമായ എക്സ്പെൻഡിച്ചർ അയാൾക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഓക്കെ, ചിലപ്പോൾ റിസോഴ്സ് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പൊ ഒരേ ഇൻകം ഉള്ളവർക്ക് രണ്ട് രീതിയിലാണ് അത് അവരുടെ വെൽബീയിങ്ങും വെൽഫെയറും ഒക്കെ വരുന്നത്. ഈ തരത്തിൽ മറഞ്ഞു കിടക്കുന്ന അസമത്വങ്ങളെ, അതായത് ഹിഡൻ ഇൻഇക്വാളിറ്റീസിനെ തിരിച്ചറിയുവാൻ വെളിപ്പെടുത്തുവാനുമാണ് കേപ്പബിലിറ്റി അപ്രോച്ചിന്റെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനാൽ വ്യക്തിയുടെ വരുമാനം മാത്രം നോക്കാതെ അവർക്ക് യഥാർത്ഥത്തിൽ എന്തൊക്കെ ചെയ്യാനും എന്തൊക്കെ ആകാനും കഴിയുന്നു എന്നതിനെ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും വിലയിരുത്തൽ പരിഗണിക്കണമെന്നാണ് കേപ്പബിലിറ്റീസ് അപ്രോച്ച് കൃത്യമായിട്ട് പറയുന്നത്.
കേപ്പബിലിറ്റി അപ്രോച്ച് അനുസരിച്ച് വിഭവങ്ങൾ, അതായത് റിസോഴ്സസ് എന്നത് മാത്രമല്ല പ്രധാനമുള്ളത്. ഈ സമീപനം ഓർക്കുന്ന ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ലഭ്യമായ റിസോഴ്സ് അർത്ഥവത്തായ ഒരു മീനിങ് ഫുൾ ലൈഫാക്കി മാറ്റുവാൻ ആളുകൾക്ക് കഴിയുന്നുണ്ടോ? അവർക്ക് ഈ റിസോഴ്സും ഓപ്പർച്യൂണിറ്റീസും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു മീനിങ് ഫുൾ ലൈഫ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്കും സാങ്കേതികമായിട്ട് ലഭിക്കുന്നതിനും സാമൂഹിക നിയന്ത്രണങ്ങൾ കാരണം ചില സ്ത്രീകൾക്ക് സ്കൂളിൽ പോകാൻ വിദ്യാഭ്യാസം നേടാനോ കഴിയാതെ വന്നേക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ സാമൂഹ്യപരമായിട്ടുള്ളോ സാമ്പത്തികമായിട്ടുള്ളോ എന്തെങ്കിലും കാരണങ്ങളോ അവർക്ക് കഴിയാതെ വന്നേക്കാം. അത്തരത്തിൽ വിദ്യാഭ്യാസ വിഭവങ്ങൾ ലഭ്യമായിരുന്നിട്ടും അവ പ്രയോജനപ്പെടുത്താനുള്ള ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം അവസരവും ഇല്ലാതെ ആവുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളും സാധ്യതകളുമാണ് പരിചയപ്പെടുന്നത്. അത് ലിമിറ്റഡ് ആയി പോവുകയാണ്. അതിനാൽ കേപ്പബിലിറ്റീസ് അപ്രോച്ച് വിഭവങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് ആളുകളുടെ പ്രധാനമായിട്ട് വ്യക്തികൾക്ക് ലഭിക്കുന്ന കേപ്പബിലിറ്റീസ്, അതാ അവരുടെ ജീവിതത്തിൽ വിലമതിക്കുന്ന ജീവിതം കൈവരിക്കുവാനുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യങ്ങളും അവസരങ്ങളുമാണെന്നാണ് കേപ്പബിലിറ്റീസ് അപ്രോച്ചിന്റെ കാഴ്ചപ്പാട്. വികസനത്തെയും ക്ഷേമത്തെയും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഡെവലപ്മെന്റിനെയും വെൽഫെയറിനെയൊക്കെ അനലൈസ് ചെയ്ത് ചെയ്യുമ്പോഴത് റിസോഴ്സസിന്റെ അവൈലബിലിറ്റി മാത്രമല്ല, പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ വാല്യൂ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തുമാത്രം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്ന ഫാക്ടർ കൂടെ പരിഗണിക്കണമെന്നാണ് കേപ്പബിലിറ്റീസ് അപ്രോച്ചിൽ പറഞ്ഞു വെക്കുന്നത്. മാർത്ത നുസ്ബം അമർത്യ സെന്നിന്റെ ആശയങ്ങളെ കുറച്ചുകൂടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവന്ന് അതിനെ കുറച്ചുകൂടെ വികസിപ്പിച്ചെടുത്തു. ഓരോ മനുഷ്യനും കുറഞ്ഞത് ചില അടിസ്ഥാന ശേഷികൾ, എസെൻഷ്യൽ കേപ്പബിലിറ്റീസ് ആണ് മാം അതിനെ വിളിച്ചത്, അവസരങ്ങളിൽ അനുഭവിക്കാൻ കഴിയേണ്ടതുണ്ടെന്നാണ് അവർ വാദിച്ചത്. ബേസിക് നെസസിറ്റീസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ ഓരോ മനുഷ്യനും കഴിയണം. മനുഷ്യന്റെ അന്തസ്സ്, മാന്യത ഇതെല്ലാം സംരക്ഷിക്കുന്നതിനായി ഭരണഘടനാപരമായ ഉറപ്പുകളും അവകാശങ്ങളും അനിവാര്യമാണെന്ന് മാർത്ത നുസ്ബം ഊന്നി പറയുന്നുണ്ട്. സമൂഹത്തിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, സ്ത്രീകൾ, ഇവർക്കെല്ലാം ഈ കേപ്പബിലിറ്റി ഡിപ്രിവേഷൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മാർത്ത നുസ്ബം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഇവർക്ക് കേപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനുള്ള റിസോഴ്സസും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യണം. സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക തടസ്സങ്ങൾ കാരണം സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ പൂർണ്ണമായി വികസിപ്പിക്കാനും ജീവിതാവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയാത്ത അവസ്ഥകളെ അവർ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അവരുടെ തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിനകത്ത്. അതിനാൽ മനുഷ്യ വികാസം എന്നത് സാമ്പത്തിക വളർച്ച മാത്രമല്ലെന്നും ഓരോ വ്യക്തിക്കും അന്തസ്സോടെയും സ്വാതന്ത്ര്യത്തോടെയും അർത്ഥവത്തായ ജീവിതം നയിക്കുവാനുള്ള അടിസ്ഥാന ശേഷികളിലും അവസരങ്ങളും ഉറപ്പുവരുത്തുന്നതുമാണെന്നാണ് നുസ്ബം കൃത്യമായിട്ട് ഈ കേപ്പബിലിറ്റീസ് അപ്രോച്ചിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. കേപ്പബിലിറ്റി അപ്രോച്ച് ജെൻഡർ അനാലിസിസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമീപനമാണ് ഏറ്റെടുക്കുന്നത്. ഒരു കേപ്പബിലിറ്റി അപ്രോച്ചിൽ ജെൻഡർ പെർസ്പെക്റ്റീവ് കൃത്യമായിട്ട് വരുന്നുണ്ട്. സ്ത്രീകൾക്ക് ലീഗലി പുരുഷന്മാർക്ക് ഉള്ള തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടായാലും യഥാർത്ഥ ജീവിതത്തിൽ അവ പ്രയോജനപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യങ്ങളും അവസരങ്ങളും ലഭിക്കാത്ത സാഹചര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. കാരണം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എന്താ പറയാ നൽകുക എന്നാണ് പലപ്പോഴും പറയുന്നത്. നമ്മള് ഒരു സിനിമയ്ക്കകത്ത് കേട്ട പോലെ ഞങ്ങള് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഫാമിലിയാണ്. കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. കാരണം അവർക്കത് അവകാശപ്പെട്ടതാണ്. സാമൂഹ്യ മാനദണ്ഡങ്ങൾ, അതായത് സോഷ്യൽ നോംസ് ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയില് സ്ത്രീകളുടെ അവസരങ്ങളെയും തിരഞ്ഞെടുപ്പുകളെയും പലപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്യാണ്. സ്ത്രീകൾക്കുള്ള ചോയ്സസിനെ, അവരുടെ തീരുമാനങ്ങളെ എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യാണ്.
വിദ്യാഭ്യാസം, തൊഴിൽ, സഞ്ചാര സ്വാതന്ത്ര്യം, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഈ എല്ലാ മേഖലകളിലും സ്ത്രീകളെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യാണ്, ബാരിയേഴ്സ് കൊണ്ടുവന്ന് റെസ്ട്രിക്ട് ചെയ്യാണ്. ഇതിനെ നമ്മൾ എക്കണോമിക്സിൽ, പ്രത്യേകിച്ചും ഈ കേപ്പബിലിറ്റി അപ്രോച്ചിൽ സ്ട്രക്ചറൽ ബാരിയേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്നാൽ വരുമാനം, ഉപഭോഗം, അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച പോലുള്ള പരമ്പരാഗത ഈ ട്രഡീഷണൽ മാർക്സ് എല്ലാം, ട്രഡീഷണൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഈ തരത്തിൽ മറഞ്ഞു കിടക്കുന്ന അസമത്വങ്ങളെ ഒന്നും കാണുന്നില്ല. ഓക്കെ, അവരത് അളക്കുന്നുമില്ല, അവർ കാണുന്നതുമില്ല. ഈ സാഹചര്യത്തിലാണ് നമുക്ക് കേപ്പബിലിറ്റി അപ്രോച്ചിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. സ്ത്രീകൾക്ക് യാഥാർത്ഥ്യത്തിൽ എന്തൊക്കെ ചെയ്യാനും എന്തൊക്കെ ആകാനും കഴിയുന്നു, അവർക്ക് ലഭ്യമായ സ്വാതന്ത്ര്യങ്ങൾ, അവസരങ്ങൾ എത്രത്തോളം വികസിച്ചിരിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം ഈ സമീപനം വിലയിരുത്തുന്നതാണ്. അതിലൂടെ സ്ത്രീകൾ അനുഭവിക്കുന്ന യഥാർത്ഥ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പരിമിതികൾ കൂടുതൽ മനസ്സിലാക്കാനും കഴിയും. കേപ്പബിലിറ്റി അപ്രോച്ചസ് കൃത്യമായിട്ടൊരു ജെൻഡർ പെർസ്പെക്റ്റീവ് ഉണ്ടെന്ന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കേപ്പബിലിറ്റി അപ്രോച്ചിന്റെ നമുക്ക് അതിന്റെ ഒരു കോണ്ടക്സ്റ്റ് നോക്കാൻ നേരത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി. അതിന് ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷനാണ് നമ്മൾ കേപ്പബിലിറ്റീസ് അപ്രോച്ചിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് ഏജൻസിയാണ്. വ്യക്തികൾക്ക് സ്വന്തം ലക്ഷ്യങ്ങൾ നേടുവാനും അവ പിന്തുടരുവാനും ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കുവാനുമുള്ള കഴിവിനെയും ശക്തിയുമാണ് ഈ തിയറിയിലെ ഏജൻസി എന്ന് പറയുന്നത്. കേപ്പബിലിറ്റി അപ്രോച്ച് അനുസരിച്ച് സ്ത്രീകൾ വെറും വികസന പദ്ധതികളുടെ പാസീവ് ബെനിഫിഷ്യറീസ് മാത്രമല്ല, മറിച്ച് സമൂഹത്തിലെ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന സജീവ മാറ്റത്തിന്റെ പ്രതിനിധി, അത് ആക്റ്റീവ് ഏജൻസ് ഓഫ് ചേഞ്ച് എന്നാണ് ഈ തിയറിയിൽ അല്ലെങ്കിൽ കേപ്പബിലിറ്റി അപ്രോച്ചിൽ അവരെ വിശേഷിപ്പിക്കുന്നത്. അതിനാൽ ഡെവലപ്മെന്റ് എന്നത് വരുമാന വർധനയോ സാമ്പത്തിക വളർച്ചയോ മാത്രമല്ല, ആളുകൾക്ക് അവർ വിലമതിക്കുന്ന ജീവിതം തിരഞ്ഞെടുക്കുവാനും അർത്ഥവത്തായ തീരുമാനങ്ങൾ എടുക്കുവാനും വിവിധ അവസരങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു റിയൽ ഫ്രീഡം ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ കേപ്പബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ ഏജൻസി, അതിന്റെ ആശയമാണ് ഏജൻസി എന്ന് നമ്മൾ പറയുന്നത്. വ്യക്തികൾക്ക് മീനിങ് ആയിട്ടുള്ള ചോയ്സസ്, തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും യഥാർത്ഥ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാനുമുള്ള അവസരം ഉറപ്പാക്കുക എന്നതാണ് യഥാർത്ഥ വികസനം എന്നുകൊണ്ട് കേപ്പബിലിറ്റീസ് അപ്രോച്ച് വ്യക്തമാക്കുന്നത്. അതാണ് യഥാർത്ഥ വികസനം എന്നാണ് കേപ്പബിലിറ്റീസ് അപ്രോച്ച് പറഞ്ഞു വെക്കുന്നത്. കേപ്പബിലിറ്റീസ് അപ്രോച്ച് നമ്മുടെ ഡെവലപ്മെന്റ് പോളിസി മേക്കിങ്ങിലൊക്കെ വളരെയധികം ഒരു ഇൻഫ്ലുവൻസ് നടത്തിയിട്ടുണ്ട്, ഭയങ്കര സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ UNDP വികസിപ്പിച്ച HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കേപ്പബിലിറ്റി അപ്രോച്ചിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് അതിന് ഫ്രെയിംവർക്ക് ഉണ്ടായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വികസനത്തെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്താതെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് ലൈഫ് തുടങ്ങിയ ഫാക്ടേഴ്സും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അന്നത് HDIയിലേക്ക് വന്നത് ഈ കേപ്പബിലിറ്റീസ് അപ്രോച്ചിൽ നിന്നാണ്. ജെൻഡർ ഇക്വാലിറ്റി അസസ്മെന്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ് ബേസ്ഡ് പ്ലാനിങ് എല്ലാം ഈ കേപ്പബിലിറ്റി അപ്രോച്ച് വളരെ അധികം ഉപയോഗിക്കുന്ന തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ അസസ്മെന്റ് രീതികളാണ്. ഇതിലൂടെ നയരൂപീകരണത്തിന്റെ ഭാഗമായിട്ട് എക്കണോമിക് ഗ്രോത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. ആളുകളുടെ ജീവിത നിലവാരം മാത്രം ഇമ്പ്രൂവ് ചെയ്യുക, സാമ്പത്തിക വളർച്ച മാത്രം നേടുക. ഓക്കെ, പക്ഷെ ഇതെല്ലാം കൂടെ ഇൻക്ലൂസീവ് ആയിട്ട് വന്നിട്ട് ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അവരുടെ ഫ്രീഡം, ഇതെല്ലാം മെച്ചപ്പെടുത്താൻ, അവരുടെ ചോയ്സസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ആണ് കേപ്പബിലിറ്റീസ് അപ്രോച്ച് മുന്നോട്ട് വെക്കുന്നതിന് പോളിസി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഒരു വളരെയധികം ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ച് ആണ് ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ കേപ്പബിലിറ്റി അപ്രോച്ച് കൊണ്ടുവരുന്നത്. സാമ്പത്തികമായിട്ടുള്ള വളർച്ച മാത്രം വികസനത്തിന്റെ യഥാർത്ഥ അളവ് പോലെ അല്ലെന്ന് ഈ സമീപനം നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാക്കി തരുന്നുണ്ട്.
ഈ സമീപനം അനുസരിച്ച്, അതായത് കേപ്പബിലിറ്റീസ് അപ്രോച്ച് അനുസരിച്ച്, ഒരു റിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആളുകൾക്ക് സ്വാതന്ത്ര്യം, അവർക്ക് ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റണം, അവർക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം, അന്തസ്സോടെയും മാന്യതയോടെയും ജീവിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ജെൻഡർ ജസ്റ്റിസ് ഉൾക്കൊള്ളുന്ന വികസനം, അതായത് ജെൻഡർ ജസ്റ്റിസ് ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആണ് ഈ കേപ്പബിലിറ്റി അപ്രോച്ച് കുറച്ചുകൂടെ മുന്നോട്ട് വെക്കുന്നത്. വ്യക്തികൾക്ക് ലഭ്യമായ യഥാർത്ഥ അവസരങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ, ജീവിത സാധ്യതകൾ എന്നിവയെ കേന്ദ്രമാക്കി വികസനത്തെ വിലയിരുത്തുന്നതിനാൽ ആധുനിക വികസന പഠനങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ തന്നെ കേപ്പബിലിറ്റീസ് അപ്രോച്ചിന് ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തായിട്ട് കാണുന്നത് അമർത്യ സെന്നിന്റെ കേപ്പബിലിറ്റീസ് അപ്രോച്ച് എന്താണെന്ന്. ഇതൊരു ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. 1980കളിലാണ് സെൻ ഈ ഫ്രെയിംവർക്ക് വികസിപ്പിക്കുന്നത്. ട്രഡീഷണൽ എക്കണോമിക്സിൽ വരുമാനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകി വരുമ്പോൾ സെൻ മനുഷ്യരുടെ യഥാർത്ഥ സ്വാതന്ത്ര്യങ്ങളിലേക്കും ജീവിതാവസരങ്ങളിലേക്കുമാണ് ഫോക്കസ് കേന്ദ്രീകരിച്ചത്. സെന്നിന്റെ അഭിപ്രായത്തില് ഡെവലപ്മെന്റ് എന്നത് വരുമാന വർധനയോ ഉൽപാദന വർധനയോ മാത്രമല്ല, മറിച്ച് ആളുകൾക്ക് അവർ വിലമതിക്കുന്ന രീതിയിലുള്ള അർത്ഥവത്തായ ജീവിതം നയിക്കുവാനുള്ള അവസരങ്ങളും തെരഞ്ഞെടുപ്പുകളും വികസിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണെന്നാണ് അദ്ദേഹം ഡെവലപ്മെന്റിനെ പറഞ്ഞു വെക്കുന്നത്. അതായത് വ്യക്തികൾക്ക് വിദ്യാഭ്യാസം നേടാനും ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നയിക്കുവാനും തൊഴിൽ തിരഞ്ഞെടുക്കുവാനും സാമൂഹികമായും രാഷ്ട്രീയമായും പ്രവർത്തനങ്ങൾ പങ്കാളിയാകുവാനും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കുവാനും കഴിയുന്ന തരത്തിലുള്ള അവരുടെ സ്വാതന്ത്ര്യങ്ങളും വികസിപ്പിക്കുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ യഥാർത്ഥ വികസനം, റിയൽ ഡെവലപ്മെന്റ് എന്ന് സെൻ വിശേഷിപ്പിച്ചത്. അതിനാൽ കേപ്പബിലിറ്റി അപ്രോച്ച് വികസനത്തെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്താതെ ജീവിത ഗുണനിലവാരം, അവസരങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ, അന്തസ്സ് എന്നിവയെ അടിസ്ഥാനമാക്കി വിലയിരുത്തണമെന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. അമർത്യ സെൻ ട്രഡീഷണൽ എക്കണോമിക് കോൺസെപ്റ്റ്സിനെ ആക്ച്വലി നല്ല രീതിയിൽ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. യൂട്ടിലിറ്റേറിയനിസം ആളുകളുടെ വ്യക്തികളുടെ ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം റിസോഴ്സ്ഡ് ബേസസ് അപ്രോച്ചസ് വെൽത്തിനും ഇൻകത്തിനും ആണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെയാണ് അവർ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. എന്നാൽ സെൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വരുമാനം മാത്രം ഇമ്പോർട്ടന്റ് അല്ല, ആളുകൾക്ക് യഥാർത്ഥ ജീവിതത്തിൽ ലഭ്യമായ അവസരങ്ങളും സ്വാതന്ത്ര്യങ്ങളുമാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അതായത് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വേണം, അതിനുള്ള ഫ്രീഡവും, അത് എൻജോയ് ചെയ്യാനുള്ള ഫ്രീഡവും വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരേ വരുമാനം ലഭിക്കുന്ന വ്യക്തികൾക്ക് പോലും ഒരേ ജീവിത നിലവാരം ഉണ്ടാവണമെന്നില്ല. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സാഹചര്യങ്ങൾ, ലിംഗപരമായ നിയന്ത്രണങ്ങൾ, ഭിന്നശേഷി തുടങ്ങിയവ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മാത്രമാണ്. കാരണം ഇതെല്ലാം മാറുന്നതിനനുസരിച്ച് അവരുടെ ജീവിത നിലവാരങ്ങൾ, അവസരങ്ങൾ, ഗുണനിലവാരം എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. വികസനം എന്നത് സ്വാതന്ത്ര്യം എന്നാണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് തന്നെയുണ്ട്, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കോർ ഐഡിയയും അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല ഡെവലപ്മെന്റിന്റെ ഒരു അളവ് കോലെന്ന് പറയുന്നത്, ഒരു ബാർ അത് മാത്രം ആവാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഫ്രീഡം ഉണ്ടായിരിക്കണം, അത് എൻജോയ് ചെയ്യാൻ പറ്റണം, ചോയ്സസ് ഉണ്ടായിരിക്കണം, അത് അവെയിൽ ചെയ്യാൻ പറ്റണം, അവർക്ക് ഡിഗ്നിറ്റിയോടെ, അന്തസ്സോടെയും മാന്യതയോടെയും ജീവിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കണം. ഈ കാഴ്ചപ്പാടിലാണ് ഒരു ഫ്രീഡം വികസനത്തിന്റെ ലക്ഷ്യവും. അതായത് ഫ്രീഡം എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന്റെ ഒരു ഗോളും ഇൻസ്ട്രുമെന്റും ആയിരിക്കണം എന്നാണ്. അതായത് ലക്ഷ്യവും ഉപാധിയും സ്വാതന്ത്ര്യമായിരിക്കണം ഡെവലപ്മെന്റിനാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് വികസനത്തിന്റെ അന്തിമമായ ലക്ഷ്യം മനുഷ്യർക്ക്
സ്വാതന്ത്ര്യങ്ങൾ വികസിപ്പിക്കലാണ്. അതേസമയം വിദ്യാഭ്യാസം, ആരോഗ്യം, രാഷ്ട്രീയ പങ്കാളിത്തം, സാമ്പത്തിക അവസരങ്ങൾ തുടങ്ങിയ സ്വാതന്ത്ര്യങ്ങൾ തന്നെ കൂടുതൽ വികസനം കൈവരിക്കുന്നതിനുള്ള ഉപാധികളായും അദ്ദേഹം പറയുന്നത്. അതൊരു ഗോളും ഇൻസ്ട്രുമെന്റും ഒരേ കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കേപ്പബിലിറ്റീസ് അപ്രോച്ചിൽ വികസനം എന്ന സാമ്പത്തിക വളർച്ചയുടെ പ്രക്രിയ മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യങ്ങളും ജീവിതാവസരങ്ങളും വികസിപ്പിക്കുന്ന ഒരു പ്രക്രിയ കൂടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത് അദ്ദേഹം കുറച്ച് എക്സാമ്പിൾസിലൂടെയാണ് അത് പറഞ്ഞു വെക്കുന്നത്. ഒരു വരുമാനമുള്ള രണ്ട് വ്യക്തികൾ പോലും പൂർണ്ണമായും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടായേക്കും. കാരണം വരുമാനം ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒരുപോലെ ആവണമെന്നില്ല. സാമൂഹികപരമായിട്ടുള്ള തടസ്സങ്ങൾ, ലിംഗപരമായ മാനദണ്ഡങ്ങൾ, സേഫ്റ്റി, സുരക്ഷിതത്വത്തിന്റെ അഭാവം, ഇങ്ങനെ പല ഫാക്ടേഴ്സും, ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്ട്രിക്ഷൻസ് എല്ലാം വ്യക്തികളുടെ അവസരങ്ങളെ പരിമിതപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് ഒരു സ്ത്രീയും പുരുഷനും തുല്യമായ വേതനം ഉണ്ടായാൽ പോലും, ഒരു വരുമാനം ഉണ്ടായാൽ പോലും, സാമൂഹികപരമായ സോഷ്യൽ റെസ്ട്രിക്ഷൻസ് കാരണം വിദ്യാഭ്യാസം, തൊഴില്, അല്ലെങ്കിൽ പൊതുതലങ്ങളിലൂടെയുള്ള സഞ്ചാരം പോലും അവർക്ക് ഡിഫറെന്റ് ആണ്. ആ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് സെൻ പറയുന്നത്. ഒരു ഭിന്നശേഷിക്കാരന് ഒരേ അവസരങ്ങൾ ഉണ്ടായാൽ പോലും അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യാൻ പറ്റുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. ഈ കാരണങ്ങളാൽ വരുമാനം മാത്രം ഒരു സാമൂഹ്യക്ഷേമത്തിന്റെ അളവുകോലായിക്ക് വെക്കരുത് എന്നാണ് സെൻ പറഞ്ഞു വെക്കുന്നത്. സെൻ മുന്നോട്ട് വയ്ക്കുന്നത് 3 ആശയങ്ങളാണ്: ഫങ്ഷനിങ്സ്, കേപ്പബിലിറ്റീസ്, ഏജൻസി. ഫങ്ഷനിങ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തി കൈവരിച്ചിരിക്കുന്ന ജീവിതാവസ്ഥകൾ, അതായത് അച്ചീവ്ഡ് സ്റ്റേറ്റ്സ് ഓഫ് ലൈഫ്, അതിനാണ് ഫങ്ഷനിങ്സ് എന്ന് പറയുന്നത്. കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് റിയൽ ഫ്രീഡം ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് യഥാർത്ഥ സ്വാതന്ത്ര്യങ്ങളും അവസരങ്ങളും, വ്യക്തിക്ക് ലഭിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യങ്ങളും അവസരങ്ങളും. ഏജൻസി എന്ന് പറയുന്നത് വ്യക്തി വിലമതിക്കുന്ന ലക്ഷ്യങ്ങൾ പിന്തുടരുവാനും സാക്ഷാത്കരിക്കാനുമുള്ള കഴിവ്, അതായത് എബിലിറ്റി ടു പർസ്യൂ വാല്യൂഡ് ഗോൾസ്, അതായത് ആ വ്യക്തി വിലമതിക്കുന്ന ഗോൾസിനെ പിന്തുടരുവാനും അത് അച്ചീവ് ചെയ്യാനുള്ള സ്പേസ്. ഈ 3 ആശയങ്ങളാണ്. ഇത് മൂന്നോട് ചേരുമ്പോഴാണ് ഒരു മനുഷ്യന്റെ കംപ്ലീറ്റ് വെൽബീയിങ് എന്ന് പറഞ്ഞ് നമ്മൾ വിശദീകരിക്കുന്നത്. ഫങ്ഷനിങ്സ് എന്നത് വ്യക്തികൾ യഥാർത്ഥത്തിൽ കൈവരിച്ചിരിക്കുന്ന ജീവിതാവസ്ഥകളെയും പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരാൾക്ക് എന്താകാം, എന്ത് ചെയ്യാം എന്തൊക്കെ അതിനെയൊക്കെയാണ് ഫങ്ഷനിങ്സ് വിലയിരുത്തുന്നത്. അടിസ്ഥാന ഫങ്ഷനിങ്സ് എന്ന് പറയുന്നത് ബേസിക് ഫങ്ഷനിങ്സ് എന്ന് പറയും. മതിയായ പോഷകാഹാരം, ഗുഡ് ഹെൽത്ത് എന്നൊക്കെയുള്ളതാണ്. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഫങ്ഷനിങ്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്ട്, സിവിക് പാർട്ടിസിപ്പേഷൻ, ഇതൊക്കെയാണ്. അതായത് ഹിം ബീങ് ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് ആസ് എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. ഫങ്ഷനിങ്സ് ഒരു വ്യക്തിയുടെ ജീവിത നിലവാരത്തെ, ആക്ച്വൽ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ക്ഷേമത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഒരാൾക്ക് ലഭ്യമായ വിഭവങ്ങൾ മാത്രം നോക്കാതെ ആ വിഭവങ്ങൾ ഉപയോഗിച്ച് ആ വ്യക്തി യഥാർത്ഥത്തിൽ എന്തൊക്കെ കൈവരിച്ചിരിക്കുന്നു എന്നതാണ് കേപ്പബിലിറ്റി അപ്രോച്ചിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓക്കെ, കേപ്പബിലിറ്റീസ് എന്നത് സെന്നിന്റെ തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിലെ ഏറ്റവും കോർ ഫാക്ടറാണ്. ഒരു വ്യക്തിക്ക് വിവിധ ജീവിത തിരഞ്ഞെടുപ്പുകൾ പിന്തുടരുവാനും താൻ വിലമതിക്കുന്ന ജീവിതം കൈവരിക്കുവാനും ലഭ്യമായ യഥാർത്ഥ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും കഴിയുന്നതിനെയാണ് കേപ്പബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കാത്ത 2 വ്യക്തികളെ നമുക്ക് പരിഗണിക്കാം. ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഫാസ്റ്റ് ചെയ്യുന്നു, ഒരാൾ ഉപവസിക്കുന്നു, നമ്മൾ ഈ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കാം. മറ്റൊരാള് അയാളുടെ ദാരിദ്ര്യം കാരണം പട്ടിണി കിടക്കുന്നു. രണ്ടുപേരും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്, പക്ഷെ ഒരാൾ ഉപവസിക്കുകയാണെങ്കിൽ മറ്റേയാൾ പട്ടിണിയാണ് കിടക്കുന്നത്. ഇരുവരുടെയും ഫങ്ഷനിങ് ഒരുപോലെയാണ്. പക്ഷെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നില്ല, പക്ഷെ ഇവർ രണ്ടുപേരുടെയും കേപ്പബിലിറ്റീസ് എന്താണ്, വ്യത്യസ്തമാണ്. ഒരു വ്യക്തിക്ക് ഭക്ഷണം കഴിക്കാൻ അവസരം ഉണ്ടായിട്ടും ഭക്ഷണം ഒഴിവാക്കുന്നു, രണ്ടാമത്തെ ആൾക്ക് അതിനുള്ള അവസരം ഇല്ല. അതിനാൽ കേപ്പബിലിറ്റീസ് അപ്രോച്ചിൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരാൾ എന്ത് ചെയ്യുന്നു എന്നതിലുപരി
എന്തൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടെന്നാണ് ഇവിടെ കൂടുതൽ പറയുന്നത്. ഏജൻസി എന്നത് വ്യക്തിയുടെ സ്വന്തം ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുവാനും അവ സാക്ഷാത്കരിക്കുവാനുമുള്ള പ്രവർത്തനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഹിസ് പവർ ടു പെർസ്യൂ ഗോൾസ്. ഓക്കെ, അത് ഗോൾസ് എന്ന് പറഞ്ഞാൽ അയാൾ വാല്യൂ ചെയ്യുന്ന ഗോൾസ് ആയിരിക്കണം. ഏജൻസി എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ വെൽബീയിങ്ങിൽ മാത്രം ഒഴുകുന്ന കാര്യമല്ല, സമൂഹത്തെ സ്വാധീനിക്കാനും സാമൂഹ്യ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനുമുള്ള ഒരു വ്യക്തിയുടെ ശക്തിയും ഇതിനകത്ത് പറയുന്നുണ്ട്. അയാളുടെ ഡിസിഷൻ മേക്കിംഗ്, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഹിസ് എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ചേഞ്ച്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അമർത്യസൻ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ഏജൻസി എന്ന ആശയത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾ വെറും വികസന പദ്ധതികളുടെ ഉപഭോക്താക്കൾ മാത്രമാകരുതെന്നും മറിച്ച് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഉള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന ആക്റ്റീവ് ഏജൻസ് ഓഫ് ചേഞ്ചസ് ആയിട്ടാണ് അദ്ദേഹം സ്ത്രീകളെ കണ്ടിരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുടുംബത്തിലെ തീരുമാനങ്ങൾ പങ്കാളിയാവുക, വിദ്യാഭ്യാസത്തിനും തൊഴിലിനും സ്വതന്ത്രമായ തീരുമാനം എടുക്കുക, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുക എന്നതെല്ലാം ഏജൻസി എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് ഏജൻസി എന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഓട്ടോണമി എന്നിവയും കൃത്യമായിട്ടുള്ള ഘടകങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തികള് സ്വന്തം ജീവിതത്തെ കുറിച്ചുള്ള തീരുമാനം എടുക്കാനും അവ വിലമതിക്കുന്ന ലക്ഷ്യങ്ങൾ പിന്തുടരാനുമുള്ള ആ കഴിവിനെയാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് യഥാർത്ഥ വികസനം എന്നാണ് കേപ്പബിലിറ്റീസ് അപ്രോച്ചിൽ പറഞ്ഞു വെക്കുന്നത്. സെന്ന് ഈ 5 ഫ്രീഡത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പൊളിറ്റിക്കൽ ഫ്രീഡം, എക്കണോമിക് ഫെസിലിറ്റീസ്, സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്, ട്രാൻസ്പെറൻസി ഗ്യാരണ്ടീസ് ആൻഡ് പ്രൊട്ടക്റ്റീവ് സെക്യൂരിറ്റി. പൊളിറ്റിക്കൽ ഫ്രീഡം എന്നത് ഡെമോക്രസിയും ഫ്രീ സ്പീച്ചും ആണെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. എക്കണോമിക് ഫെസിലിറ്റീസ് എന്നുള്ളത് മാർക്കറ്റ് ആക്സസ് ചെയ്യാനും ക്രെഡിറ്റ് ആക്സസ് ചെയ്യാനുള്ള ഫ്രീഡം. സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ തുടങ്ങിയായിട്ടുള്ള ഫാക്ടേഴ്സ് ഉൾപ്പെടുന്നു. പ്രൊട്ടക്റ്റീവ് സമ്മറി അല്ലെങ്കിൽ സുരക്ഷിതത്വം എന്ന് പറയുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലഭ്യമായിരിക്കുന്ന സേഫ്റ്റി നെറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതെന്നാണ് സെന്നിന്റെ കാഴ്ചപ്പാട്. ഈ കേപ്പബിലിറ്റി ഇൻഇക്വാളിറ്റിയിൽ ജെൻഡർ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഒരേ വരുമാനം ഉണ്ടായാലും സ്ത്രീകൾക്ക് കുറച്ച് കാരണങ്ങളാല് ലഭ്യമായ സ്വാതന്ത്ര്യങ്ങൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ലഭ്യമായ അവസരങ്ങൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയാറില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെയർ റെസ്പോൺസിബിലിറ്റീസ്, ഈ സ്വാതന്ത്ര്യം, ട്രാവൽ ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ്, പൊതുസ്ഥലങ്ങളിലുള്ള സുരക്ഷിതത്വം ഇല്ലായ്മ. അതിനാല് ഈ വരുമാനം ഉണ്ടായിരുന്നിട്ട് കൂടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാവുന്ന ആ റിയൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരിക്കലും ഈക്വൽ ആവില്ല. ഈ നിയമപരമായിട്ടുള്ള ഒരു തുല്യത മാത്രമാണ് സ്ത്രീകൾക്ക് പലപ്പോഴും ലഭിക്കുന്നത്. അതുവഴി സ്ത്രീ ശാക്തീകരണം സാധ്യമാവുന്നില്ല എന്നാണ് സെൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ശമ്പളമില്ലാത്ത അൺപെയ്ഡ് ഡൊമസ്റ്റിക് വർക്ക്, സ്ത്രീകളുടെ അവസരങ്ങൾ ഒരുപാട് രീതിയിൽ പരിഗണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ വീടുകളിൽ അമ്മമാർ അനുഭവിക്കുന്ന റെസ്ട്രിക്ഷൻസ്, അച്ഛന്മാർ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം കൂടുതൽ. വീടിന്റെ കാര്യങ്ങൾ എല്ലാ വീടുകളിലും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, പക്ഷെ ഒരു പേട്രിയാർക്കിയൽ ആയിട്ടുള്ള ട്രഡീഷണൽ സൊസൈറ്റിയിൽ അങ്ങനെ ആയിരുന്നു കാര്യങ്ങൾ ഇതുവരെ നടന്നു വന്നിരുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം സ്ത്രീകൾക്ക് ലഭ്യമായ അവരുടെ യഥാർത്ഥ സ്വാതന്ത്ര്യങ്ങളെയും ചോയ്സസിനെയും റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സെന്നിന്റെ ഈ ഫ്രെയിംവർക്ക് ഈ ഇന്റർസെക്ഷനാലിറ്റി എന്നൊരു ആശയത്തെ അംഗീകരിക്കുന്നുണ്ട്. സ്ത്രീകൾ, അവരുടെ അവസരങ്ങൾ, അവരുടെ ജെൻഡർ മാത്രമല്ല ഇതിനകത്ത് കാരണമാവുന്നത്. ജാതി, ദാരിദ്ര്യം, അവരുടെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ,
എത്തിനിസിറ്റി, ഇവയെല്ലാം സ്ത്രീകളുടെ അവസരങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ജെൻഡർ ഫാക്ടർ മാത്രമല്ല, ഈ ഫാക്ടറിന്റെ കൂടെ ബാക്കി ഫാക്ടേഴ്സ്, കാസ്റ്റ്, പോവർട്ടി, ലൊക്കേഷൻ, എത്തനിസിറ്റി എന്ന ഫാക്ടേഴ്സ് കൂടെ വരുമ്പോൾ അത് അവരുടെ റിയൽ ഫ്രീഡത്തെ ഒരുപാട് രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി അതൊരു കപ്പാബിലിറ്റി റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഡിപ്രിവേഷൻ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. കേപ്പബിലിറ്റി അപ്രോച്ച് പോളിസി ഫ്രെയിംവർക്കിലൊക്കെ കുറെ ഇൻഫ്ലുവൻസ് വരുത്തുന്നുണ്ട്. സർക്കാരുകൾ റിസോഴ്സ് മാത്രം ലഭ്യമാകുന്നതിൽ ഒതുങ്ങാതെ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഫ്രീഡം ഉണ്ടാക്കുന്നതിലും ഡെവലപ്മെന്റൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നതിലും എല്ലാം ഫാക്ടേഴ്സ്, പോളിസീസ് ഉണ്ടാക്കേണ്ടതാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, മൊബിലിറ്റി, പാർട്ടിസിപ്പേഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്നിവ മെച്ചപ്പെടുന്നതിലൂടെ ആയിരിക്കണം ഡെവലപ്മെന്റ് ഉണ്ടാവേണ്ടതെന്നാണ് സെൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. സെന്നിന്റെ കേപ്പബിലിറ്റി അപ്രോച്ച് ആധുനിക ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ, മോഡേൺ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ ഒരു കൃത്യമായിട്ടുള്ള ഫ്രെയിംവർക്ക് തന്നെ നൽകുന്നുണ്ട്. UNDP വികസിപ്പിച്ച HDI കേപ്പബിലിറ്റി അപ്രോച്ചിന്റെ ഒരു അടിസ്ഥാന തത്വം മനസ്സിലാക്കി തന്നെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ജെൻഡർ സ്റ്റഡീസ്, പോവർട്ടി അനാലിസിസ്, ഹ്യൂമൻ റൈറ്റ്സ് ഡിസ്കഷൻസ് എന്നിവയിലും കേപ്പബിലിറ്റീസ് അപ്രോച്ച് വളരെയധികം കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അമർത്യ സെൻ വികസിപ്പിച്ച ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടും ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഡെവലപ്മെന്റൽ എക്കണോമിക്സിനും എക്കണോമിക് ഗ്രോത്തിനും എല്ലാം നൽകുന്നുണ്ട്. വരുമാനവും GDPയും മാത്രം പ്രോഗ്രസിനെ അളക്കുവാനുള്ള ഫാക്ടേഴ്സ് ആവരെന്ന് അദ്ദേഹം വാദിച്ചു. ഒരു യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, ചോയ്സ്, ഡിഗ്നിറ്റി, റിയൽ ഓപ്പർച്യൂണിറ്റീസ് എന്നിവ ഉൾക്കൊള്ളുന്നതാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. കേപ്പബിലിറ്റി അപ്രോച്ച് ജെൻഡർ ജസ്റ്റിസിനെയും ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിനെയും ആ ഫ്രെയിംവർക്കിൽ കൊണ്ടുവന്ന് റിയൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ലഭ്യമാണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് കൂടിയാണ്. ഇതാണ് സെൻ മുന്നോട്ട് വെക്കുന്ന കേപ്പബിലിറ്റീസ് അപ്രോച്ചിന്റെ ആശയം എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കേപ്പബിലിറ്റി അപ്രോച്ചിലേക്ക് മാർത്ത നുസ്ബൌമിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, അവരെന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണാൻ പോകുന്നത്. മാർത്ത നുസ്ബൌം ഒരു ഫിലോസഫറും ലീഗൽ തിയറിസ്റ്റുമാണ്. അമർത്യ സെൻ ആരംഭിച്ചു വെച്ച കേപ്പബിലിറ്റി അപ്രോച്ചിനെ മാഡം കുറച്ചുകൂടെ വികസിപ്പിക്കുകയും കുറച്ചുകൂടെ ഓർഗനൈസ് ചെയ്യുകയാണ് ഇത് ചെയ്തത്. സെൻ കുറച്ചുകൂടെ സ്വാതന്ത്ര്യങ്ങൾക്കും ശേഷികൾക്കും പ്രാധാന്യം നൽകുമ്പോൾ മാർത്ത നുസ്ബൌം ഇതിനൊരു പ്രാക്ടിക്കൽ ഫ്രെയിംവർക്ക് രൂപകൽപ്പന ചെയ്തു എന്നുള്ളതാണ് അവരുടെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അവരുടെ സമീപനം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ജെൻഡർ ജസ്റ്റിസ്, പബ്ലിക് പോളിസി ഡിസ്കഷൻ എന്നിവയിൽ കുറച്ചുകൂടെ സ്വാധീനിച്ചിട്ടുള്ളവയാണ്. ആ ഒരു പെർസ്പെക്റ്റീവ് നിന്നാണ്, ഒരു ഫിലോസഫിക്കൽ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നാണ് മാർത്ത നുസ്ബൌം ഇതിനെ കാണുന്നത്. സെന്നിന്റെ അഭിപ്രായത്തിൽ കേപ്പബിലിറ്റീസ് സമൂഹത്തിന്റെയും പേഴ്സണൽ റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടണം. എന്നാൽ നുസ്ബൌം വാദിച്ചത് കുറഞ്ഞത് ചില യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്സ് ഇല്ലാത്ത നീതി ഉറപ്പാക്കൽ കഴിയില്ല. അതിനാൽ അവരുടെ സെൻട്രൽ ഹ്യൂമൻ കേപ്പബിലിറ്റീസ് എന്ന ഒരു കുറച്ച് ഒരു യൂണിവേഴ്സൽ ലിസ്റ്റ് മുന്നോട്ട് വെച്ചതാണ്. ഓക്കെ, ആ യൂണിവേഴ്സൽ ലിസ്റ്റിന്റെ ബേസിലായിരിക്കണം ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവണം എന്നാണ് മാർത്ത നുസ്ബൌം പറയുന്നത്. ഈ കേപ്പബിലിറ്റീസിനെ ലിസ്റ്റ് ചെയ്തിട്ട് 10 കേപ്പബിലിറ്റീസിനെ തിരിച്ചറിയുകയും ആ 10 ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും ചെയ്തു. ലൈഫ്, ബോഡ്ലി ഹെൽത്ത്, ബോഡ്ലി ഇന്റഗ്രിറ്റി, സെൻസ്, ഇമാജിനേഷൻ, തോട്ട്, ഇങ്ങനെയുള്ള ഒരു 10 എണ്ണത്തെ അവര് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഈ ശേഷികൾ കൃത്യമായിട്ടുള്ള മോറൽ എൻറ്റൈറ്റിൽമെന്റ്സ് ആണെന്നാണ് അവർ കണക്കാക്കിയിരുന്നത്. നീതിയുക്തമായ ഏതൊരു സൊസൈറ്റിക്കും വ്യക്തികൾക്ക് ഈ ശേഷികൾ, ആ സൊസൈറ്റി വ്യക്തികൾക്ക് ഈ ശേഷികൾ ഉറപ്പാക്കണമെന്ന് അവർ കൃത്യമായിട്ട് വാദിച്ചു. ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കിപ്പോ. ലൈഫ് കേപ്പബിലിറ്റി, ജീവൻ നിലനിർത്തുവാനും
ബേസിക് സെക്യൂരിറ്റി, അതായത് ബേസിക് സർവൈവൽ, ബേസിക് സെക്യൂരിറ്റി എന്നിവയെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ദരിദ്ര സമൂഹങ്ങളിൽ സ്ത്രീകളുടെ മെറ്റേണൽ മോർട്ടാലിറ്റി, മാൽ ന്യൂട്രീഷൻ, ഡൊമസ്റ്റിക് വയലൻസ് അതുപോലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. അതിനാൽ സുരക്ഷിതവും ആരോഗ്യപരമായിട്ടുള്ള ജീവിതം ഉറപ്പാക്കുന്നത് ലിംഗനീതിയുടെ ഒരു പ്രധാന ഘടകമാണെന്നാണ് മാർത്ത നുസ്ബം വാദിക്കുന്നത്. ബോഡിലി ഹെൽത്തി കേപ്പബിലിറ്റി, സ്ത്രീകളുടെ ശാരീരിക ക്ഷമതയ്ക്ക് പ്രാധാന്യം നൽകുന്ന കേപ്പബിലിറ്റിയാണ്. ആരോഗ്യപരമാനത്തിലുള്ള പ്രവേശനം, അതായത് ഹെൽത്ത് കെയറിലേക്കുള്ള ആക്സസ്, ന്യൂട്രീഷൻ, ഇമ്മ്യൂണൈസേഷൻ, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് എന്നിവയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ജെൻഡർ ഇൻഇക്വാലിറ്റി കാരണം സ്ത്രീകൾക്ക് ആരോഗ്യ സേവനങ്ങളിലേക്കുള്ള ആക്സസ് പോലും പരിമിതമാണ്. ജെൻഡർ ഇൻഇക്വാലിറ്റി ഇവിടെ വളരെയധികം വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിനെതിരെയാണ് അതിനെതിരെ ആക്സസ്, ന്യൂട്രീഷൻ, ഇമ്മ്യൂണൈസേഷൻ, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് എന്നിവയിലേക്ക് ആ ജെൻഡർ ഇൻഇക്വാലിറ്റി ഒഴിവാക്കി അവർക്ക് കേപ്പബിലിറ്റീസ് ഉറപ്പുവരുത്തണമെന്നാണ് മാർത്ത നുസ്ബം പറയുന്നത്. മെൻസ്ട്രൽ ഹൈജീൻ, അനീമിയ തുടങ്ങിയ പ്രശ്നങ്ങളും ഈ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന വിഷയങ്ങളായിട്ട് മാർത്ത നുസ്ബം കണക്കാക്കുന്നുണ്ട്. ബോഡിലി ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് കൺട്രോൾ ഓവർ വൺസ് ഓൺ ബോഡി, അതായത് ഓരോ വ്യക്തിക്കും സ്വന്തം ശരീരത്തിന് മേലെയുള്ള നിയന്ത്രണത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്ത്രീകളുടെ പുറത്തുള്ള അക്രമം, വയലൻസ്, ഹരാസ്മെന്റ്, ട്രാഫിക്കിങ്, ഓണർ കില്ലിംഗ് തുടങ്ങിയ ഭീഷണികൾ നേരിടുന്നുണ്ടെങ്കിൽ അവര് ആ ബോഡിലി ഇന്റഗ്രിറ്റി ലംഘിക്കപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുരക്ഷിതമായ പബ്ലിക് സ്പേസസ്, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, ഇക്വാളിറ്റി ഇതെല്ലാം അനിവാര്യമെന്നാണ് ഈ ബോഡിലി ഇന്റഗ്രിറ്റിയുടെ ഭാഗമായിട്ട് മാർത്ത നുസ്ബം പറഞ്ഞു വെക്കുന്നത്. സെൻസസ്, ഇമാജിനേഷൻ, തോട്ട് എന്ന ശേഷിയിലൂടെ എഡ്യൂക്കേഷൻ, ഇന്റലക്ച്വൽ ഫ്രീഡം എന്നിവയ്ക്കാണ് മാർത്ത നുസ്ബം പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകൾ വിദ്യാഭ്യാസത്തിൽ നേരിടുന്ന തടസ്സങ്ങളെ ഈ ഘടകത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇമോഷണൽ കേപ്പബിലിറ്റി, ഇമോഷണൽ ഫ്ലറിഷിങ് എന്നിവയ്ക്കും ഇവിടെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിൽ ഉൾപ്പെടുന്നത് സ്നേഹം, പരിചരണം, ദുഃഖം, സന്തോഷം എന്നീ ഫാക്ടേഴ്സിനെയാണ് ഇവിടെ വരുന്നത്. ആ ഇമോഷൻസിനെ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് ജെൻഡർ നോംസ് ഒരിക്കലും നിയന്ത്രിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ കേപ്പബിലിറ്റി ഡിപ്രവേഷൻ ആയിട്ട് കാണുകയും ഇതെല്ലാം പ്രകടിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുന്നിടത്താണ് കേപ്പബിലിറ്റീസ് ഉണ്ടാവുന്നതെന്നാണ് മാർത്ത നുസ്ബം പറഞ്ഞു വെക്കുന്നത്. പ്രാക്ടിക്കൽ റീസൺ എന്ന് പറയുന്ന ഇത് കേപ്പബിലിറ്റി വ്യക്തികളുടെ സ്വന്തം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കുവാൻ കഴിയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾ ഒരിക്കലും ഒരു പാസീവ് ഡിപ്പെൻഡൻസ് അല്ലെന്നും ഇന്റലക്ച്വലി റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുവാനും അത് ചിന്തിക്കുവാനും എടുക്കുവാനും കഴിയുന്ന വ്യക്തികളാണെന്നും മാർത്ത നുസ്ബം ഊന്നി പറയുന്നുണ്ട്. വിമൻ ആർ ഈക്വൽ ആസ് മെൻ, ദേ ആർ ആസ് ഈക്വൽ ആസ് മെൻ ബീങ് റാഷണൽ ഇൻഡിവിജ്വൽസ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ അഫിലിയേഷൻ കേപ്പബിലിറ്റി വിവേചനപരമായിട്ടുള്ള സാമൂഹിക ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അതായത് ഡിസ്ക്രിമിനേഷൻ ഫ്രീ സോഷ്യൽ ലൈഫ്, വിവേചനരഹിതമായ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് അഫിലിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാതി, ജെൻഡർ, റേസ് എന്നിവ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ തന്നെ ലംഘിക്കുന്നു, അത് ഈക്വാലിറ്റി ഇല്ലാതാക്കാൻ കാരണമാകുന്നു എന്നാണ് മാർത്ത നുസ്ബം പറഞ്ഞു വെക്കുന്നത്. മാർത്ത നുസ്ബം ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. മനുഷ്യൻ എൻവയോൺമെന്റിനെയും ബയോഡൈവേഴ്സിറ്റിയെയും മാനിക്കണമെന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. വിനോദത്തിനും റിക്രിയേഷനും പ്രാധാന്യം നൽകുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അൺപെയ്ഡ് ഡൊമസ്റ്റിക് വർക്കിന്റെ ആ പ്രഷർ കാരണം സ്ത്രീകൾക്ക് പലപ്പോഴും ഫ്രീ ടൈമോ ലെഷറോ റിക്രിയേഷൻ ആക്ടിവിറ്റീസിലോ ഒന്നും ഇൻവോൾവ് ആവാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അതിനാൽ വിശ്രമത്തിനുള്ള അവസരം നിഷേധിക്കുന്നതും ലിംഗനീതിയുമായി ബന്ധപ്പെട്ട ഇൻജസ്റ്റിസ് ആയിട്ട് നമുക്ക്
കാണുവാൻ കഴിയുന്നതാണ്. ഓക്കെ, അതൊരു ഇൻഇക്വാളിറ്റി തന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ സ്ത്രീകൾ മിക്ക സമയത്തും അടുക്കളയിലായിരിക്കും. ഉം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരങ്ങളിൽ അവർക്കുള്ള സ്വാതന്ത്ര്യമാണ് ആ ഉത്സവം ആസ്വദിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ പെരുന്നാൾ ആസ്വദിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസരമാണ് അവർക്ക് നിഷേധിക്കപ്പെടുന്നത്. അതും ഒരു പിന്നെ നീതി നിഷേധമാണ്, ജെൻഡർ ഇൻജസ്റ്റിസ് ആണ് എന്നാണ് മാർത്താ നുസ്ബം പറഞ്ഞു വെക്കുന്നത്. കൺട്രോൾ ഓവർ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ആ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയവും സാമ്പത്തികപരമായിട്ടുള്ള പങ്കാളിത്തത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്ത്രീകൾക്ക് വോട്ടവകാശം മാത്രം ഉണ്ടായാൽ മതിയാവില്ല, യഥാർത്ഥ പങ്കാളിത്തത്തിനുള്ള അവസരവും ഉണ്ടാവണം എന്നാണ് ഇതിലൂടെ പറയുന്നത്. ആക്ച്വൽ പാർട്ടിസിപ്പേഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് ആ കോയിൻ ചെയ്തിരിക്കുന്ന ടേം. പ്രോപ്പർട്ടി ഓണർഷിപ്പ്, എംപ്ലോയ്മെന്റ് ആക്സസ്, ലീഗൽ റൈറ്റ്സ് എന്നിവ വിമൺ എംപവർമെന്റിന് അനിവാര്യമെന്നാണ് മാർത്താ നുസ്ബം പറഞ്ഞു വെക്കുന്നത്. നുസ്ബമിന്റെ സിദ്ധാന്തങ്ങൾക്ക് ഒരു അരിസ്റ്റോട്ടീലിയൻ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഫിലോസഫിയുടെ അടിസ്ഥാനമുണ്ടെന്ന് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. മനുഷ്യരെ റാഷണൽ സോഷ്യൽ ബീയിങ്സ് എന്നാണ് അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം. അത് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ അഭിപ്രായത്തില് ജസ്റ്റിസ് എന്നത് വ്യക്തികൾക്ക് ഫുൾ പൊട്ടൻഷ്യൽ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കുക എന്നതാണ്. ഓക്കെ, എന്നാൽ മാത്രമേ അവർക്ക് നീതി ഉറപ്പാക്കിയെന്ന് നമുക്ക് പറയുവാൻ പറ്റൂ. നുസ്ബവും യൂട്ടിലിറ്റേറിയനിസത്തെ കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. കാരണം ഹാപ്പിനെസ് മാത്രം അളക്കുന്നത് മതിയാവില്ല എന്നവർ കൃത്യമായിട്ട് വാദിക്കുന്നുണ്ട്. ലിബർട്ടേറിയനിസം ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കുന്നതിനാണ് ശ്രദ്ധ ചെയ്തിരിക്കുന്നത്. എന്നാൽ നുസ്ബം പോസിറ്റീവ് ഫ്രീഡങ്ങൾക്ക് ആണ് കുറച്ചുകൂടെ അതിനാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ആളുകൾക്ക് യഥാർത്ഥത്തിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കാൻ ആവശ്യമായ പിന്തുണയും അവസരവും ലഭിക്കണമെന്ന് മാർത്താ നുസ്ബം കൃത്യമായിട്ട് വാദിക്കുന്നുകൊണ്ട് അതിനുവേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതാണ് അവരുടെ കേപ്പബിലിറ്റീസ് അപ്രോച്ചിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയമെന്നും നമുക്ക് കാണുവാൻ കഴിയും. മാർത്താ നുസ്ബത്തിന്റെ അഭിപ്രായത്തില് ജെൻഡർ ഇക്വാലിറ്റി എന്നത് നിയമപരമായ അവകാശങ്ങൾ മാത്രമല്ല, സ്ത്രീകൾക്ക് റിയൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുക. അതായത് അവർക്ക് സേഫ് ട്രാൻസ്പോർട്ട്, ചൈൽഡ് കെയർ ഫെസിലിറ്റീസ്, സ്കോളർഷിപ്സ്, ഹെൽത്ത് കെയർ ആക്സസ് ഇതെല്ലാം നൽകുക. ഈ നയങ്ങൾ വെച്ചിട്ട് സ്ത്രീകളുടെ കേപ്പബിലിറ്റീസ് വികസിപ്പിക്കുകയും അവരുടെ അവസരങ്ങളും സ്വാതന്ത്ര്യങ്ങളും വിപുലീകരിക്കണം എന്നാണ് മാർത്താ നുസ്ബം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. കേപ്പബിലിറ്റി അപ്രോച്ചിന്റെ ശക്തമായ ഒരു ചട്ടക്കൂടിലാണെങ്കിൽ പോലും ഇതിനും ചില വിമർശനങ്ങൾ ഉണ്ട്. വിമർശനാതീതമല്ല ഈ അപ്രോച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും. കേപ്പബിലിറ്റീസ് ഒബ്ജക്റ്റീവ്ലി അളക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. ഓക്കെ, നുസ്ബം മുന്നോട്ട് വെച്ച യൂണിവേഴ്സൽ ലിസ്റ്റ് വെസ്റ്റേൺ ലിബറൽ വാല്യൂസ് മാത്രമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് പല സ്കോളേഴ്സും മുന്നോട്ട് പറയുന്നൊരു ആശയം. വീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സമീപനം പ്രയോജനപ്പെടുത്തുവാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാനും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. മാർത്താ നുസ്ബത്തിന്റെ കേപ്പബിലിറ്റി അപ്രോച്ച് കുറച്ചുകൂടെ പ്രാക്ടിക്കലും ജസ്റ്റിസ് ഓറിയന്റഡുമായിട്ടുള്ള ഒരു നീതി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചട്ടക്കൂടാണ്. അതൊരു ഫ്രെയിംവർക്കാണ്. അവരുടെ അടിസ്ഥാന തിയറിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റിയിലും ഫ്രീഡത്തിലും അടിസ്ഥാനം ഊന്നിയതാണ്. സ്ത്രീകൾക്ക് റിയൽ ഓപ്പർച്യൂണിറ്റീസ് പ്രയോജനപ്പെടുത്താൻ കഴിയണമെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സോഷ്യൽ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് അവര് ഊന്നി പറയുന്നുണ്ട്. അന്തസ്സുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള യഥാർത്ഥ ശേഷി ഓരോ വ്യക്തിയും ഉറപ്പാക്കുന്നതിലാണ് അതിലാണ് സാമൂഹ്യ നീതി ഉള്ളത് എന്നാണ് മാർത്താ നുസ്ബം പറഞ്ഞു വെക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് കേപ്പബിലിറ്റി അപ്രോച്ചസ്, എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് തന്നെയാണ്. സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ എന്തൊക്കെ ചെയ്യാം,
എന്തൊക്കെ ചെയ്യാനും എന്തൊക്കെ ആകാനും കഴിയുമെന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് കേപ്പബിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. ഇൻകവും റിസോഴ്സും മാത്രം ഡെവലപ്മെന്റിനെ അളക്കാനുള്ള ഒരു അളവുകോലാക്കി മാറ്റരുത് എന്നും കേപ്പബിലിറ്റി അപ്രോച്ച് വാദിക്കുന്നു. സ്ത്രീകൾ നേരിടുന്ന അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന അസമത്വങ്ങളെയും സോഷ്യൽ റെസ്ട്രിക്ഷൻസിനെ എല്ലാം കേപ്പബിലിറ്റി അപ്രോച്ച് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ട്രഡീഷണൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിൽ ഇൻകവും GDP മാത്രമാണ് അളക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ സ്ത്രീകൾക്ക് ഒരു കുടുംബത്തിൽ അവർക്കുണ്ടായാലും ഒരു തുല്യമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുന്നില്ല. സ്ത്രീകൾക്ക് അവർക്ക് കൃത്യമായിട്ട് സാലറീഡ് ആണെങ്കിൽ പോലും അവർക്ക് ആ ഒരു കുടുംബത്തിന് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ പറ്റും. കേപ്പബിലിറ്റി അപ്രോച്ച് ഉയർത്തുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ്: സ്ത്രീകൾക്ക് ലഭ്യമായ വിഭവങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? അവർക്ക് അതിന് കഴിയുന്നുണ്ടോ? സ്ത്രീകൾ ഭൂമിയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് ലാൻഡ് ഉണ്ടെങ്കിൽ പോലും അതുമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പവറും കേപ്പബിലിറ്റീസും അവർക്കുണ്ടോ? ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. അവരുടെ റിയൽ കേപ്പബിലിറ്റീസ് പലപ്പോഴും പരിമിതമായിരിക്കും. ഇതിനെ മാറ്റണമെന്നാണ് കേപ്പബിലിറ്റി അപ്രോച്ച് എപ്പോഴും പറയുന്നത്. കേപ്പബിലിറ്റി അപ്രോച്ച് എപ്പോഴും പറയുന്നത് റിസോഴ്സ് മാത്രം നോക്കരുത്, റിയൽ ഓപ്പർച്യൂണിറ്റീസും പരിശോധിക്കണം. സ്ത്രീകൾക്ക് ഫോർമൽ റൈറ്റ്സ് ഉണ്ടായാൽ പോലും സോഷ്യൽ ബാരിയേഴ്സ് കാരണം അവരുടെ ഫ്രീഡം പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വന്നേക്കാം. അതിനാൽ ആക്ച്വൽ ഫ്രീഡവും ഓപ്പർച്യൂണിറ്റീസുമാണ് ഡെവലപ്മെന്റിന്റെ അളവുകോൽ എന്ന് പറയുന്നത്. ജെൻഡർ സ്ത്രീകളുടെ ശേഷിയെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നിയമപരമായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻസും ട്രാവൽ ചെയ്യാൻ ഇല്ല. പക്ഷേ വയലൻസ്, സോഷ്യൽ റെസ്ട്രിക്ഷൻസ്, ഫാമിലി പ്രഷർ എല്ലാം ഇവരുടെ ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നുണ്ട്. ലീഗൽ ഫ്രീഡം കൊണ്ട് മാത്രം കഴിയില്ല എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാർത്ത നിസ്ബത്തിന്റെ കേപ്പബിലിറ്റി അപ്രോച്ച് കൂടുതൽ വ്യക്തവും പ്രായോഗികപരമായിട്ടും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ വ്യക്തിയും കുറഞ്ഞത് ചില സെൻട്രൽ കേപ്പബിലിറ്റീസ് അനുഭവിക്കാൻ കഴിയണം. ആ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അവരുടെ തിയറിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്ത്രീകളുടെ ബോഡിലി ഇന്റഗ്രിറ്റി, ഇമോഷണൽ ഹെൽത്ത്, കൺട്രോൾ ഓവർ എൻവയോൺമെന്റ് എന്നിവ ജെൻഡർ ജസ്റ്റിസ് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പ്രധാന ഘടകങ്ങളായിട്ട് മുന്നോട്ട് പറയുന്നുണ്ട്. കേപ്പബിലിറ്റീസ് അപ്രോച്ച് ഘടനാപരമായിട്ടുള്ള ഇൻഇക്വാലിറ്റീസിനെ ഗൗരവമായിട്ട് തന്നെ പലയിടത്തും വിശകലനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ഈ പേട്രിയാർക്കിയൽ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് വിമൻ നേരിടുന്നുണ്ട്, സ്ത്രീകൾ നേരിടുന്നുണ്ട്. ഇപ്പൊ ശമ്പളമില്ലാത്ത ഡൊമസ്റ്റിക് അൺപെയ്ഡ് വർക്ക്, അത് ഇപ്പോഴും ഇൻവിസിബിൾ ആണ്. നമ്മുടെ എക്കണോമിക്സിൽ ഇപ്പോഴും അതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള അദൃശ്യമായിട്ടുള്ള ഫാക്ടർ ആയിട്ട് തന്നെ തുടർന്ന് നമുക്ക് പലയിടത്തും കാണാം. സ്ത്രീകൾക്ക് പലപ്പോഴും അവര് ഈ വീട് കേന്ദ്രീകൃതമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ മാത്രമായിട്ട് അവർ ചുരുക്കപ്പെട്ടു പോവാണ്. അവരെ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടു പോവാണ്. അവരെ സൊസൈറ്റി കൺസ്ട്രെയിൻ ചെയ്യാണ്. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം, സൊസൈറ്റൽ പ്രഷർ, അവരുടെ ചോയ്സിൽ പോലും പലപ്പോഴും ഇത് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കേപ്പബിലിറ്റീസ് അപ്രോച്ച് പറയുന്നത് സ്ത്രീകൾ ഒരിക്കലും ഇതിന്റെ ഒന്നൊരു പാസീവ് ബെനിഫിഷ്യറീസ് ആവരുത് ഡെവലപ്മെന്റിന്റെ. സ്ത്രീകൾക്ക് ആക്റ്റീവ് ഏജൻസ് ഓഫ് ചേഞ്ച് എന്നാണ് ഈ ഫ്രെയിംവർക്കിൽ അവര് കേപ്പബിലിറ്റീസ് അപ്രോച്ചിൽ ഊന്നി പറയുന്നത്. യഥാർത്ഥ ശാക്തീകരണം എന്നത് സ്ത്രീകൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അവരുടെ ജീവിതത്തിന്റെ പുറത്തുള്ള നിയന്ത്രണങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള കൺട്രോൾ ഉണ്ടാവുന്നവരെയും സൂചിപ്പിക്കുന്നു. ഏജൻസി എന്നത് ഡിഗ്നിറ്റിയെയും ഫ്രീഡത്തെയും സൂചിപ്പിക്കുന്ന ഒരു സെൻട്രൽ കണ്ടന്റ് ആയിട്ടുള്ള കോർ എലമെന്റ് ആയിട്ടാണ് പറയുന്നത്. കേപ്പബിലിറ്റി അപ്രോച്ച് ഒരു പോളിസി മേക്കിങ്ങിൽ കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യം ചെലുത്തുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്.
എഡ്യൂക്കേഷണൽ പോളിസീസ് ഇതുവരെ എൻറോൾമെന്റിൽ മാത്രമാണ് ശ്രദ്ധ ഇരുന്നത്. പക്ഷേ എന്നാൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ സ്കൂളുകളിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും തൊഴിൽ നയങ്ങൾ എന്താ പറയാ ഹരാസ്മെന്റ് ഫ്രീ ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ഉറപ്പാക്കണമെന്നും ഒക്കെ മുന്നോട്ട് വെച്ചത് ഈ കേപ്പബിലിറ്റി അപ്രോച്ചിന്റെ ആശയങ്ങളിൽ നിന്നാണ്. പോളിസീസ് ആളുകളുടെ റിയൽ ഫ്രീഡം വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞതും ഇവിടെയാണ്. കേപ്പബിലിറ്റീസ് അപ്രോച്ച് സ്ത്രീകളുടെ ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടികൾ വിലയിരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആക്സസ് മാത്രം പോരാ, എഫക്റ്റീവ് യൂട്ടിലൈസേഷന്റെ ഇമ്പോർട്ടൻസ് കൂടെ പറഞ്ഞു വെക്കുന്നത് കേപ്പബിലിറ്റീസ് അപ്രോച്ച് ആണ്. ഉദാഹരണത്തിന് പെൺകുട്ടികൾ സ്കൂൾ ചേർന്നിട്ടുണ്ടെങ്കിലും പഠനം ഉപേക്ഷിക്കുന്നത്, അതായത് ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു കാപ്പബിലിറ്റി ഡിപ്രിവിയേഷൻ ആയിട്ട് കണക്കാക്കണം എന്നാണ് കേപ്പബിലിറ്റി അപ്രോച്ചിൽ പറയുന്നത്. ആരോഗ്യ പരിപാടികളിലും അവർക്ക് ഓട്ടോണമി ഉണ്ടാവണം, തീരുമാനങ്ങളും തിരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കണമെന്നും കേപ്പബിലിറ്റി അപ്രോച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിലുള്ള ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഈ ഒരു കേപ്പബിലിറ്റി അപ്രോച്ചിന്റെ കാഴ്ചപ്പാടിൽ വ്യാപകമായിട്ട് പഠിക്കപ്പെട്ട ഗ്രൂപ്പുകൾ തന്നെയാണ്. ഇൻകം ജനറേഷൻ മാത്രമല്ല, ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലൂടെ സ്ത്രീകൾക്ക് കോൺഫിഡൻസ് ബിൽഡിങ്, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, ഹൗസ് ഹോൾഡ് ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ എല്ലാം കൂടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കേപ്പബിലിറ്റീസ് അപ്രോച്ച് ക്ഷേമ പദ്ധതികളിൽ വിലയിരുത്തുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള സഹായം മാത്രം പരിഗണിക്കാറില്ല. അത് മാത്രമല്ല, സ്ത്രീകളുടെ ആക്ച്വൽ ഓട്ടോണമി, ഹെൽത്ത് കെയർ ആക്സസിനും മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടെ അനലൈസ് ചെയ്തിട്ട്, ഇപ്പൊ ജൻഡർ സുരക്ഷാ യോജന മെറ്റേണൽ ഹെൽത്ത് ഔട്ട്കംസ് മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടൊരു പദ്ധതിയാണ്. അതൊരു കേപ്പബിലിറ്റി അപ്രോച്ചിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവാണ്. ഇപ്പൊ ആഗോള സൂചികകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് HDA, GDA, GIA പോലുള്ള ആരോഗ്യ സൂചനകൾ പോലും കേപ്പബിലിറ്റി അപ്രോച്ചിന്റെ ആശയങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സൂചികൾ ഇൻകം മാത്രമല്ല, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഈ ഫാക്ടേഴ്സിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ഡയമെൻഷൻ നമുക്ക് കൃത്യമായിട്ട് കാണാം. കേപ്പബിലിറ്റീസ് അപ്രോച്ച് എംപവർമെന്റിന് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിലാണ് കാണുന്നത്. സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുന്നത് മാത്രമല്ല ഒരു ശാക്തീകരണം എന്ന് പറയുന്നതും, ഡിസിഷൻ മേക്കിങ്ങിനുള്ള അവർക്ക് പവർ, സോഷ്യൽ റെസ്പെക്ട് ആൻഡ് ദെയർ ഫ്രീഡം ഓവർ ദെയർ പേഴ്സണൽ ചോയ്സ്, അവർക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവരുടെ ചോയ്സ്, ഇതിനെയെല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ ശേഷികളോടൊപ്പം വളർന്നാൽ മാത്രമേ കേപ്പബിലിറ്റി എക്സ്പാൻഷൻ എന്ന് പറയാൻ പറ്റൂ. അതാണ് യഥാർത്ഥ ശാക്തീകരണം എന്നാണ് കേപ്പബിലിറ്റി അപ്രോച്ച് പറഞ്ഞു വെക്കുന്നത്. കേപ്പബിലിറ്റി അപ്രോച്ച് ലിംഗ അസമത്വത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. പരമ്പരാഗത സാമ്പത്തിക ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം, അതായത് ട്രഡീഷണൽ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഈ ഹിഡൻ ബാരിയേഴ്സിനെ അവഗണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഡെവലപ്മെന്റ് ഡിസ്കഷനിലേക്ക് ഫ്രീഡം, ഏജൻസി, ഡിഗ്നിറ്റി, ജസ്റ്റിസ്, ഈ ഫാക്ടേഴ്സിനെ എല്ലാം കൊണ്ടുവരുന്നതിൽ കേപ്പബിലിറ്റി അപ്രോച്ച് ഒരു വളരെ വലിയ ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. കേപ്പബിലിറ്റി അപ്രോച്ച് ജെൻഡർ ബേസ്ഡ്, ഡെവലപ്മെന്റ് ബേസ്ഡ് ഡിസ്കൂഷനിലേക്ക് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഫ്രെയിം വർക്കാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എക്കണോമിക് ഗ്രോത്ത് മാത്രം വിമൺ എംപവർമെന്റ് ഉറപ്പാക്കുന്നില്ല എന്നും, അവരനുഭവിക്കുന്ന ഒരു ട്രൂ ഡെവലപ്മെന്റ് വരണമെങ്കിൽ റിയൽ ഓപ്പർച്യൂണിറ്റീസ് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നും, അവരുടെ ഏജൻസി എക്സസൈസ് ചെയ്യാൻ പറ്റുന്നും, ദേ ഷുഡ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം എന്നും പറഞ്ഞു വെക്കുന്നത് കേപ്പബിലിറ്റി അപ്രോച്ചിന്റെ ഭാഗമായിട്ടാണ്. വ്യക്തികൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, അവരുടെ വിലമതിക്കുന്ന ജീവിതം, അതിൽ റിയൽ കേപ്പബിലിറ്റീസ് ലഭിക്കുമ്പോഴാണ് വികസനം അർത്ഥപൂർണമാവുന്നതെന്നാണ് സെന്നും മാർത്ത നുസ്ബോമും കേപ്പബിലിറ്റീസ് അപ്രോച്ചിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് നമുക്ക് യൂണിറ്റ് 1 കാണുവാനുള്ള ഫാക്ടേഴ്സ് എന്ന് അല്ലെങ്കിൽ ഏരിയാസ് എന്ന് പറയുന്നത്. താങ്ക് യു.